അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മളെല്ലാവരും ഉള്ളത് പുണ്യങ്ങളേറെ നിറഞ്ഞ പുണ്യങ്ങളുടെ പൂക്കാലം റമളാനിലാണ്. റമളാൻ അൽഹംദുലില്ലാ അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ പുണ്യമായ റമളാൻ നമുക്ക് അനുകൂലമായ സാക്ഷിയാവാൻ ഒരു 10 കാര്യങ്ങൾ നമ്മൾ ഇന്നു മുതൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങണം. ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു. വിശുദ്ധമായ റമളാൻ ആകുമ്പോൾ പലർക്കും പല സംശയങ്ങളാണ്. നിയ്യത്തിൻ്റെ കാര്യത്തിൽ പലരും അഭിപ്രായ വ്യത്യാസത്തിൽ എങ്ങനെ നിയ്യത്ത് വെക്കണം, എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്, അതിൻ്റെ ഒരു സംശയമുണ്ട്. അതുപോലെ തന്നെ സുഹൂർ, ഇടയത്താഴം, ലോക്കൽ ഭാഷയിൽ പറഞ്ഞാൽ ഇടയത്താഴം. ആ ഇടയത്താഴത്തിന് ചില ആളുകൾ എഴുന്നേക്കാറില്ല. എന്തിനാണ് എഴുന്നേക്കുക? അവിടെ ഇപ്പോൾ വെള്ളം കുടിയേക്ക് ദാഹമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ അവിടെ തന്നെ കിടക്കും. സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ എനിക്ക് എഴുന്നേക്കുക. പക്ഷെ അങ്ങനെയല്ല, ഇടയത്താഴത്തിന് വലിയ മഹത്വമുണ്ട്. ഒരാൾ ഇടയത്താഴ സമയത്ത് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ഒരു വാചകം പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു കൊടുക്കുന്ന വമ്പൻ പ്രതിഫലം ഏതാണെന്നും നമുക്ക് ഇൻഷാ അള്ളാഹ് കേൾക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ റമളാനിൽ പലപ്പോഴും അശ്രദ്ധമാക്കി കളയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് റമളാനിൽ നോമ്പില്ലാത്ത ഉമ്മമാരുണ്ടാകും. അപ്പോൾ അവർ എങ്ങനെയായിരിക്കണം റമളാനിൻ്റെ പകലിൽ കഴിയേണ്ടത് ഉൾപ്പെടെ ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട നോമ്പിൻ്റെ മസ്അലകൾ വിശദമായി ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ നിങ്ങൾ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ, നമ്മൾ പറയുന്നത് കേൾക്കുന്നതെല്ലാം സ്വീകരിക്കുമാറാവട്ടെ. റമളാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപാവനമായ പരിശുദ്ധമായ ഈ സുന്ദരമായ ഈ മാസത്തിൽ അൽഹംദുലില്ലാഹ് നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾ കാണുന്നു, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. പ്രത്യേകിച്ച് റമളാനിലൊക്കെ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും അതുപോലെ നോമ്പെല്ലാം കൃത്യമായി പിടിക്കാനും ഒക്കെ ഉസ്താദ് ദുആ രക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും സഫലീകരിക്കട്ടെ. പുണ്യമായ ശഅബാൻ അല്ലാഹു നമുക്ക് അനുകൂലമാക്കട്ടെ. പവിത്രതയേറിയ റമളാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുകൂലമായ സാക്ഷിയാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചിലർക്ക് ചില തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു, തറാവീഹ് നിസ്കരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിലുള്ള തറാവീഹ് നമസ്കാരമൊക്കെ കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഫർളായ നിസ്കാരങ്ങൾ, സുന്നത്തായ നിസ്കാരങ്ങൾ എല്ലാം അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് കൃത്യമാക്കണം. പരിപാവനമായ റമളാൻ നമ്മളിലേക്ക് ഇതാ വന്നു. നമ്മൾ ആ റമളാനിലാണുള്ളത്. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് വിധി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ പരിപാവനമായ റമളാനിലാണല്ലോ നമ്മളുള്ളത്. റമളാൻ എന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ മാസമാണ്. വേറെ ഒരു സമുദായത്തിനും അല്ലാഹു തആല ഇത്രമാത്രം ഒരു ശ്രേഷ്ഠതയുള്ള ഒരു മാസം കൊടുത്തിട്ടില്ലെന്നാണ്. അതായത് വിശുദ്ധമായ ഖുർആൻ അത് ഇറക്കപ്പെട്ട മാസമാണ്. 1000 മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള ലൈലത്തുൽ ഖദർ അടങ്ങിയിട്ടുള്ള മാസമാണ്. ഈ റമളാനിൻ്റെ എല്ലാ രാത്രിയിലും അല്ലാഹു തആല നരകമോചനം അവൻ്റെ അടിമകൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള പുണ്യമായ മാസമാണ്. ഒരു ഫർളിന് 70 ഫർളിൻ്റെ കൂലിയും ഒരു സുന്നത്തിന് ഒരു ഫർളിൻ്റെ കൂലിയും അല്ലാഹു തആല നൽകുന്ന അത്ഭുതകരമായ മാസമാണ്. ഷഹ്റുൽ മുസാവാത്ത്, പരസ്പരം സഹായ സഹകരണങ്ങൾ കൊടുക്കേണ്ട മാസമാണ്. സത്യവിശ്വാസികളുടെ റിസ്ക് അല്ലാഹു തആല വിശാലമാക്കുന്ന മാസമാണ്. അതുപോലെ തന്നെ റഹ്മത്തിൻ്റെയും മഗ്ഫിറത്തിൻ്റെയും ഇത്ഖും മിനൻ നീറാനിൻ്റെയും, അതായത് സ്വർഗ്ഗപ്രവേശനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള കരുണയുടെയും മഗ്ഫിറത്തിൻ്റെയൊക്കെ പേമാരി കുത്തിച്ചൊരിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മാസമാണ്. അതുപോലെ തന്നെ ഒരുപാട് സ്വർഗം അലങ്കരിക്കപ്പെടുന്ന മാസമാണ്. നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടുന്ന മാസമാണ്. പിശാചുക്കളെ ചങ്ങലക്കിടുന്ന മാസമാണ്. അതുപോലെ തന്നെ രാപ്പകലുകളിൽ ചെയ്യുന്ന ഓരോ സുജൂദിനും, റമളാനിൻ്റെ രാത്രിയിലും പകലിലുമായി നമ്മൾ ചെയ്യുന്ന ഓരോ സുജൂദിനും 100 വർഷം സഞ്ചരിച്ചാലും എത്താത്ത വഴിദൂരമുള്ള വിശാലമായ തണലുകൾ സ്വർഗത്തിൽ ഇവനിക്ക് പ്രതിഫലമായി ലഭിക്കുന്ന മാസം. ഇങ്ങനെ ഒരുപാട് ശ്രേഷ്ഠതകൾ കൊണ്ട്, മഹത്വങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ഒരു മാസമാണ് പുണ്യമായ റമളാൻ. ലൗ തഅലമു ഉമ്മത്തി മാ ഫീ റമളാൻ ലതമന്നൗ അൻ തകൂന സനതു കുല്ലുഹാ റമളാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, റമളാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠതയും പവിത്രതയും എൻ്റെ ഉമ്മത്തീങ്ങൾ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ വർഷം മുഴുവനും റമളാൻ ആയിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു എന്ന് അടിമകൾ ആഗ്രഹിക്കുന്ന, വിശ്വാസികൾ ആഗ്രഹിക്കുന്ന മാസമാണ് റമളാൻ.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ റമളാനിൻ്റെ ആ പുണ്യമായ ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് ഇതാ കടന്നു വന്നിരിക്കുകയാണ്. ഇന്നു മുതലുള്ള സമയത്ത് നമ്മൾ ഒരു 10 കാര്യം ശ്രദ്ധിക്കണം. ഈ റമളാൻ 2025 എന്നല്ല, ജീവിതത്തിൽ ഏത് റമളാൻ വന്നാലും ആ റമളാനുകൾ നമുക്ക് അനുകൂലമാവാൻ, ആ റമളാനുകൾ നമുക്ക് പ്രയോജനമുള്ളതാവാൻ ഒരു 10 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമതായി നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നു, റമളാനിൽ നമ്മൾ ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് സാമൂഹികമായ മര്യാദകൾ നമ്മൾ റമളാനിൽ പാലിക്കണം. മുസ്ലിമീങ്ങൾ സാമൂഹികമായ മര്യാദകൾ പാലിക്കണം. നോമ്പല്ലാത്ത മാസത്തിൽ നമ്മൾ വട്ടം കൂടി നിന്ന് മാർക്കറ്റുകളിൽ, ചന്തകളിലൊക്കെ വർത്തമാനം പറയുന്നവരാണ്. അതുപോലെ തന്നെ ഈ ഉമ്മമാര് മറ്റുള്ളവരുടെയൊക്കെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കുശലാന്വേഷണം നടത്തുന്ന, അതെങ്ങനെ വട്ടം കൂടി ഇങ്ങനെ വെറുതെ വർത്തമാനം പറയുന്ന, ഒരു നേരം പോക്കിന് വേണ്ടി വർത്തമാനം പറയുന്ന പല മാസത്തിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതുപോലെ അനാവശ്യമായി വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നു, അനാവശ്യമായി സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നു, അല്ലെ, ഒരു അച്ചടക്കമില്ല, എല്ലാവരോടും തർക്കിക്കുന്നു, എല്ലാവരോടും വഴക്കിടുന്നു. അങ്ങനെ ഒരു സ്വഭാവം പലർക്കും ഉണ്ടാകും. അതെല്ലാം മാറ്റി ഒരു അച്ചടക്ക സ്വഭാവം ഉണ്ടാക്കേണ്ട മാസമാണ് പരിശുദ്ധമായ റമളാൻ. ആരെങ്കിലും തർക്കത്തിന് വേണ്ടി വന്നാൽ, വഴക്കിന് വേണ്ടി വന്നാൽ, ഇന്നി സ്വായിമുൻ, എനിക്ക് നോമ്പാണ്, ഞാൻ നോമ്പുകാരനാണ്, റമളാനാണ് എന്ന് പറഞ്ഞ് ഒഴിവാകുന്നവനാണ് സ്വർഗമെന്ന് പോലും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പുണ്യമായ മാസം. നമ്മുടെ വീട്ടിൽ ഒരു അതിഥിയുണ്ട്, ഒരു വിരുന്നുകാരനുണ്ട്. ആ വിരുന്നുകാരനിരിക്കെ നമ്മൾ മറ്റുള്ളവരോട് ദേഷ്യപ്പെടുകയില്ലല്ലോ. കാരണം എന്താണ്, വിരുന്നുകാരൻ അവൻ കേൾക്കും. നമ്മൾ ഒരാളെ വിരുന്നായി നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ ആ വിരുന്നുകാരൻ ഉള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, മറ്റുള്ളവരോട് ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ എന്താണ് ആരോടെങ്കിലും എന്തെങ്കിലും പറയണമെങ്കിൽ രഹസ്യമായി പതുക്കെ, നീ എന്താ കാണിക്കുന്നത്, അങ്ങനെയല്ല ചെയ്യില്ല, അങ്ങനെയൊക്കെ പറയുള്ളൂ. അതല്ലാത്ത സമയത്ത് നമ്മൾ ഭയങ്കര ഒച്ചയിൽ സംസാരിക്കുന്നവർ, വീട്ടിൽ വിരുന്നുകാരുണ്ടെങ്കിൽ മാന്യമായി സംസാരിക്കുന്നത് പോലെ റമളാൻ അതിഥിയാണ്, നമ്മുടെ വിരുന്നുകാരനാണ്. 30 ദിവസം നമ്മുടെ കൂടെ ഉണ്ടാകും. രാത്രി മാത്രമല്ല പകലുണ്ടാകും, പകൽ മാത്രമല്ല രാത്രിയിലുണ്ടാകും. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടായിരിക്കുമ്പോഴും എല്ലാ സമയത്തും അതിഥി നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്കും നിങ്ങൾക്കും ഉണ്ടാവണം. അതുകൊണ്ട് റമളാനിനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ റമളാനിൽ മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സ്വഭാവവും നമ്മളിൽ ഉണ്ടാവാൻ പാടില്ല. ഇതൊന്നാമതായി ശ്രദ്ധിക്കുക. രണ്ടാമത്തേത് ഇബാദത്തുകൾ കൃത്യമാക്കുക. നിസ്കാരം നമ്മൾ 11 മാസവും പലപ്പോഴും ഖളാ ആയി പോയിട്ടുണ്ട്, അല്ലെ, പല കാരണങ്ങൾ കൊണ്ട്. എന്നാൽ റമളാനിൽ നിസ്കാരം ഖളാ ആകുന്ന ഒരു പരിപാടി ഇൻഷാ അല്ലാഹ് ഉണ്ടാവില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഒരു നിസ്കാരവും ഖളാ ആക്കാൻ പാടില്ല. പരമാവധി ജമാഅത്തോടുകൂടി തന്നെ പുരുഷന്മാർ പള്ളിയിലും സ്ത്രീകൾ വീട്ടിൽ തന്നെ ജമാഅത്തോടുകൂടി പറ്റുമെങ്കിൽ നിസ്കരിക്കേണ്ട പുണ്യമായ മാസമാണ്. സുന്നത്ത് നിസ്കാരങ്ങൾ ഏറ്റവും കൂടുതലായി അധികരിപ്പിക്കണം. അതായത് സാധാരണ ളുഹർ നമസ്കാരത്തിന് മുമ്പും ശേഷവും 2 റക്അത്ത് വീതമാണ് നമ്മൾ റവാത്തിബ്, ഫർദ് നിസ്കാരത്തിന് മുമ്പും ശേഷവും നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ റവാത്തിബ് നിസ്കാരം എന്ന് പറയുക. അത് നമ്മൾ സാധാരണ മാസം ളുഹറിന് മുമ്പ് 2, അസറിന് മുമ്പ് 2 ഒക്കെയാണ് നിസ്കരിച്ചു കൊണ്ടിരുന്നതെങ്കിൽ റമളാനിൽ ളുഹർ നമസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ളുഹർ നമസ്കാരത്തിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അസർ നിസ്കാരത്തിന് മുമ്പ് 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, മഗ്രിബ് നമസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഇശാ നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ഇശാ നിസ്കാരത്തിന് ശേഷം 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, സുബഹി നിസ്കാരത്തിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. അപ്പോൾ ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കൃത്യമാക്കുക. അതുപോലെ തന്നെ കൂട്ടത്തിൽ തറാവിഹ് നമസ്കാരം, വിത്ർ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ളുഹാ നിസ്കാരം, സുന്നത്തായ നിസ്കാരങ്ങളൊക്കെ കൃത്യമാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമളാൻ. കാരണം നമ്മൾ ഒരു സുന്നത്ത് എടുക്കുമ്പോൾ ഒരു ഫർളിന്റെ കൂലിയാണ്. ഒരു വിത്ർ നിസ്കരിച്ചാൽ ഫർദ് നിസ്കരിച്ച കൂലിയാണ്, തഹജ്ജുദ് നിസ്കരിച്ചാൽ ഫർദ് നിസ്കരിച്ച കൂലിയാണ്, ളുഹാ നിസ്കരിച്ചാൽ ഫർദ് നിസ്കരിച്ച കൂലിയാണ്, തറാവീഹ് നിസ്കരിച്ചാൽ ഫർദ് നിസ്കരിച്ചതുപോലത്തെ കൂലിയാണ്. മൂന്നാമത്തേത്, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക. അതായത് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതൊക്കെ നോമ്പ് മുറിയും. അതല്ലാതെ ആത്മീയമായ നോമ്പ് മുറിയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ നാവിനെ സൂക്ഷിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ കുറ്റവും കുറവും അതും ഇതും ഒക്കെ പറഞ്ഞ്, നോമ്പല്ലേ വെറുതെ ഇരിക്കുമല്ലേ, ഏതായാലും ഫുഡൊന്നും കഴിക്കണ്ട, അപ്പം ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഈ വർത്തമാനം കേട്ടിരിക്കാൻ നല്ല രസമാണ്, അല്ലേ. ഈ പള്ളിയിലൊക്കെ, ഈ ചില പള്ളികളിൽ ചില ആളുകൾ, എല്ലാ പള്ളിയിലുമല്ല, ളുഹർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പോവില്ല, വീട്ടിലേക്കൊന്നും പോകില്ല, അവിടെ തന്നെ ഇങ്ങനെ ഇത്തിക്കാഫിൻ്റെ നിയത്തൊക്കെ വെച്ച് ഇങ്ങനെ കിടക്കും, മലന്നടിച്ച് ഇങ്ങനെ കിടക്കും. കിടന്നിട്ടോ അപ്പുറത്തുള്ളവനോട് ഇങ്ങനെ കുറ്റം പറയുക, ഇന്നലെ രാത്രി അവിടെ ചെന്നപ്പോഴാണ് അവൻ ഇങ്ങനെ പറഞ്ഞടാ, അവൻ ഇങ്ങനെ പറഞ്ഞടാ, അങ്ങനെ പറഞ്ഞടാ, ഇതിങ്ങനെ. അത് പള്ളിയുടെ ഉള്ളിൽ വെച്ച് ഇത്തിക്കാഫിൻ്റെ നിയത്ത് വെച്ചിട്ട് ഈ മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നു. അതുപോലെ തന്നെ നേരത്തെ വരും, 6:30ക്കാണ് മഗ്രിബ് ബാങ്കെങ്കിൽ
6 മണിക്കേ വരും അല്ലെങ്കിൽ 5:30 വരും, വന്നിട്ട് അവിടെ പള്ളിയുടെ പുറത്തിരുന്നിട്ട് ഈ പോകുന്ന ആളുകളുടെയൊക്കെ കുറ്റവും, ഉസ്താദ് എന്താ ഇന്നലെ സൂറത്തോതിയപ്പോൾ തെറ്റിപ്പോയത്, അതെന്താണ് പുള്ളി ഒന്ന് ശ്രദ്ധിക്കണല്ലേ, പുള്ളിയൊന്ന് മാറ്റിയാലോ, ഇങ്ങനെ ഉസ്താദിൻ്റെ പച്ചറച്ച് തിന്നുന്നു. ഇത് ആണുങ്ങളുടെ കാര്യമാണെങ്കിൽ പെണ്ണുങ്ങളുടെ കാര്യം, സ്ത്രീകൾ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ലോകത്ത് ജീവിക്കുന്നവരാണ് അല്ലേ, ഭർത്താവ് മക്കൾ അവരുടെയൊക്കെ ആ ഒരു ചുരുങ്ങിയ ആ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പോൾ അവർ പലപ്പോഴും അവരുടെ കൂട്ടുകാരികൾ ഫോൺ വിളിക്കും, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോൾ ജ്യേഷ്ഠത്തീനെ അനുജത്തീനെ ചിലപ്പോൾ സ്വന്തം ഉമ്മാനെ അവരൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ വളവളാന്നിങ്ങനെ സംസാരിക്കും അല്ലേ. അതെന്താണ് അവരുടെ ആശ്വാസത്തിന് വേണ്ടിയാണ്, അവർക്ക് അവരുടെ മനസ്സിലുള്ളതൊക്കെ ഇങ്ങനെ തുറന്നു പറയണം. ആയിക്കോട്ടെ, അതൊക്കെ നല്ലതാണ്, നമുക്കിങ്ങനെ സംസാരിക്കാം. ആരോടാണ് സംസാരിക്കുന്നത്? നമ്മുടെ ഉമ്മയോട്, നമ്മുടെ അനുജത്തിയോടൊക്കെ സംസാരിക്കാം. പക്ഷെ സംസാരത്തിൻ്റെ ഇടയിൽ പലപ്പോഴും മെയിൻ സബ്ജക്റ്റായി വരുന്നത് മറ്റുള്ളവരുടെ ആ കുറവുകൾ, ന്യൂനതകളാണ്, പരദൂഷണമേഷണിയ. ഒരിക്കലും റമളാനിൽ എന്നല്ല മറ്റു മാസങ്ങൾ ഉണ്ടാവാൻ പാടില്ല. റമളാനിൽ നാവിനെ സൂക്ഷിക്കണേ, പ്രത്യേകം ശ്രദ്ധിക്കണേ. നോമ്പില്ലാത്ത ഉമ്മമാരുണ്ടാകും അല്ലേ. ഈ കൂട്ടത്തിൽ ഞാൻ എടുത്തു പറയട്ടെ, നമ്മുടെ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ നോമ്പില്ലാത്ത ഉമ്മമാരുണ്ടാകും അല്ലേ. ഈ നിസ്കാരമില്ലാത്തതുകൊണ്ട് നോമ്പ് പിടിക്കാൻ പറ്റാത്തവരുണ്ടാകും. അവർ പകലിൽ അവർക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്താണ്, രഹസ്യമായിട്ടാവണം ഭക്ഷണം കഴിക്കേണ്ടത്. പരസ്യമായിട്ട് കഴിക്കൂല എന്നറിയാം, എന്നാലും മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വെച്ച് പരമാവധി കഴിക്കാതിരിക്കുക, അത് ശ്രദ്ധിക്കുക. കാരണം അവരത് ചെറിയ മക്കളാണെങ്കിൽ ഉമ്മച്ച് ഭക്ഷണം കഴിക്കണ്ടല്ലോ, അത് പോയി അപ്പുറത്ത് പറയുക ഇപ്പുറത്ത് പറയുക, അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ചെറിയ മക്കൾ, അവരെ കൊണ്ടും നമ്മൾ എന്ത് ചെയ്യുക, നോമ്പ് പിടിപ്പിക്കുക. പിന്നെ സുബഹി ബാങ്ക്, ഈ നോമ്പ് പിടിക്കുന്ന കാര്യം പറയുമ്പോൾ 2 കാര്യം ശ്രദ്ധിക്കുക. ഒന്ന്, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് തൊട്ട് മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം. അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എന്താണ്, സുബഹി ബാങ്കൊക്കെ വിളിച്ചിട്ടും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയല്ല, അപ്പോൾ നോമ്പ് കിട്ടൂല. ആ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം കുടിച്ച് കഴിഞ്ഞിരിക്കണം, ഇറക്കി കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരാളിപ്പോൾ ഫിഖ് കിതാബിലൊക്കെ കാണാൻ പറ്റും, ഒരാളിങ്ങനെ ഭക്ഷണം വായി വെച്ചുകൊണ്ടിരിക്കുകയാണ്, വായിൽ ഭക്ഷണമുണ്ട്, അപ്പോഴാണ് സുബഹി ബാങ്ക് വിളിക്കുന്നത് എങ്കിൽ അവൻ തുപ്പിക്കളയണം, ഇറക്കാൻ പാടില്ല, അത് തുപ്പിക്കളഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യണം, വായ കഴുകണമെന്നാണ്. നോമ്പ് പിടിക്കുന്ന സമയത്ത്, ഇന്ന് തുറക്കുന്ന സമയത്തോ മഗ്‌രിബ് ബാങ്ക് വിളിച്ച് കുറേ കഴിഞ്ഞിട്ടാണ് നോമ്പ് തുറക്കുന്നത്, അങ്ങനെയും ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഗ്‌രിബ് ബാങ്ക് വിളിക്കും, അതായത് ആ നോമ്പ് തുറയുടെ സമയമായാൽ ഉടൻ തന്നെ നമ്മൾ നോമ്പ് തുറക്കേണ്ടതാണ്. 4-മതായി ശ്രദ്ധിക്കേണ്ടത്, റമളാനിലെ ദിക്ർ ഔറാദുകൾ നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. ഈ റമളാനിൻ്റെ ആദ്യത്തെ 10 അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ, രണ്ടാമത്തെ 10 നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. പിന്നെ റമളാനിൽ മൊത്തത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ അല്ലേ നമ്മൾ പറയും. ഇന്ന് മുതലേ നമ്മൾ തുടങ്ങണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഇതെല്ലാം നിസ്കാരത്തിന് ശേഷവും പ്രത്യേകിച്ച് അതല്ലാത്ത സമയത്തും ഉപ്പമാർ ഇത് കൃത്യമാക്കണം. പിന്നെ റഹ്മത്തിൻ്റെ 10 കാരുണ്യത്തിൻ്റെ 10 അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, കരുണയുള്ള റബ്ബേ എനിക്ക് കരുണ ചെയ്യണേ. ആ ഒരു ദുആ മറന്നു പോകരുത്. അതുപോലെ രണ്ടാമത്തെ 10 അല്ലാഹുമ്മ ഗഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, എൻ്റെ പാപങ്ങൾ നീ പുറത്തു തരണേ അല്ലാഹ്. മൂന്നാമത്തെ 10 ആകുമ്പോൾ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലേ, അത് പറയും. അതുപോലെ അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഇതുപോലുള്ള പുണ്യമായ ദിക്ർ ഔറാദുകൾ നമ്മൾ മറന്നു പോകരുത്. ഇത് മാത്രമല്ല, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ, അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹറൽ അലീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ. ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ, ഇതൊക്കെ നമ്മൾ റമളാനിൽ കൃത്യമാക്കേണ്ട ദുആയാണ്. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹറൽ അലീമ റമളാന ഷാഹിദൻ ലനാ, പഠിച്ചവനെ പുണ്യമായ റമളാൻ, ആ റമളാനിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു, ഈ റമളാനിനെ ഞങ്ങൾക്ക് നീ നല്ല സാക്ഷിയാക്കണം, അനുകൂല സാക്ഷിയാക്കണം, അതുപോലെ തന്നെ പ്രതികൂലമായ സാക്ഷിയാക്കരുത്. അല്ലാഹുമ്മ ജഅൽ ഹാദാ അശ്ശഹറൽ അലീമ റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ, ഞങ്ങൾക്ക് അനുകൂലമായ തെളിവാക്കണം, പ്രതികൂലമായ തെളിവാക്കരുത്. ഇതൊക്കെ നമ്മൾ റമളാനിൽ പറയുന്ന പുണ്യമായ ദുആകളാണ്. ഇതൊക്കെ നമ്മൾ പറയാൻ പരമാവധി ശ്രമിക്കണം. നമ്മുടെ ചാനലിലെ മഗ്‌രിബിന് ശേഷം റമളാനിൽ എല്ലാ ദിവസവും ഇതുപോലുള്ള ദിക്റുകളും ദുആകളൊക്കെ ഉണ്ടാകും. പരമാവധി എല്ലാവരും അതിൽ പങ്കെടുക്കുക. ഉസ്താദ് ഞങ്ങൾക്ക് രാത്രി തറാവീഹ് നിസ്കാരവും മറ്റു തിരക്കുകളൊക്കെ ആയതുകൊണ്ട് രാത്രി കാണാൻ പറ്റില്ല, അപ്പോൾ നിങ്ങൾക്ക് പകലാണെങ്കിലും ആ ദിക്റിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ 5-മതായി ശ്രദ്ധിക്കേണ്ടത്, വിശുദ്ധമായ ഖുർആൻ ഓതാന്റെ മാസമാണ്, ഖുർആനിന്റെ മാസമാണ് റമളാൻ. ഷഹ്റു റമളാൻ ഷഹ്റുൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ.
ഒരു 3 ഖത്തമെങ്കിലും നമുക്ക് തീർക്കാൻ പറ്റണം. എൻ്റെ പൊന്നുസ്താദേ, ഈ 30 ദിവസമുണ്ട് 3 ഖത്തം ഞങ്ങൾ എങ്ങനെയാണ് തീർക്കുക? വളരെ സിമ്പിളാണ്. അതായത് ഒരു ജുസ് നമുക്ക് ഖുർആൻ ഓതാൻ എത്ര മിനിറ്റ് കൂടിപ്പോയാൽ ഒരു അരമണിക്കൂർ വെക്കുക. അരമണിക്കൂർ കൊണ്ട് ഒരു ജുസ്, അതായത് ഒരു 10 പേജാണ് ഒരു ജുസ് എന്ന് പറഞ്ഞാൽ 10 പേജ്, ആ ഒരു ജുസ് നമുക്ക് ഓതി തീർക്കാൻ പറ്റും. അപ്പോൾ അരമണിക്കൂർ നമ്മൾ ഒരു ജുസ് ഓതി, രണ്ടാമത്തെ ഒരു ജുസ് ഒരു അരമണിക്കൂർ, മൂന്നാമത്തെ ജുസ് അരമണിക്കൂർ. അപ്പോൾ ഒരു ദിവസം 1.5 മണിക്കൂർ മാറ്റി വെക്കുക. അപ്പോൾ ഒരു ദിവസം നമ്മൾ 3 ജുസ് വെച്ച് ഓതിയാൽ 30 ദിവസം കൊണ്ട് നമുക്ക് 3 ഖത്തം തീർക്കാൻ പറ്റും. ഒരു ദിവസം 2 ജുസ് വെച്ച് ഓതിയാൽ, ഒരു ദിവസം 2 ജുസ് വെച്ച് ഓതിയാൽ 30 ദിവസം കൊണ്ട് നമുക്ക് 2 ഖത്തം തീർക്കാൻ പറ്റും. ഒരു ദിവസം നമുക്ക് ഒരു ജുസ്എ ഓതാൻ പറ്റുന്നുള്ളൂ, തിരക്കൊക്കെയാണ്, മതി, ഒരു ഖത്തം തീർക്കാൻ പറ്റുമല്ലോ 30 ദിവസം കൃത്യമായി ഓതിയാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ ഒഴിവുള്ള ദിവസങ്ങൾ, ഞായറാഴ്ചയൊക്കെ ചിലപ്പോൾ ഒഴിവുള്ള ദിവസം, അപ്പോൾ നമുക്ക് പരമാവധി ഓതുക. അപ്പം അങ്ങനെ ഖുർആനുമായി കൂടുതൽ അടുക്കേണ്ട, ഇടപഴകേണ്ട ഒരു മാസം, ഇതുപോലെ ഒരു ഇടപഴകാൻ മറ്റൊരു മാസം കിട്ടൂല. അതുകൊണ്ട് ഖുർആനിലേക്ക് കൂടുതൽ ആഴത്തിൽ ഇറങ്ങേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ. പിന്നെ ഖുർആൻ ഓതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളത് ഇൻഷാ അല്ലാഹ് ശേഷം പറയുന്നുണ്ട്. ഖുർആൻ ഓതുമ്പോൾ ഖത്തം ഓതുന്ന സമയത്ത് ഒരു ആണും പെണ്ണും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഖത്തമുൽ ഖുർആൻ നമ്മൾ ഇപ്പോഴേ ഓതി തുടങ്ങുക, പക്ഷേ ആ ഖത്തം ഓതുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ ഖത്തം ഓതിൻ്റെ പ്രതിഫലം പൂർണ്ണമായും കിട്ടൂല. അപ്പോൾ ഖത്തം ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസം നമുക്കത് ചർച്ച ചെയ്യാം. അതുപോലെ തന്നെ 6ാമതായി ശ്രദ്ധിക്കേണ്ടത് ദുആ അധികരിപ്പിക്കലാണ്. ഒരുപാട് ദുആകൾ നമുക്ക് മലയാളത്തിൽ ദ്വാരക്കാന്നേ എത്രയോ ദുആകളുണ്ട്. പഠിച്ചോനെ അല്ലാഹുവേ, എത്രയോ വിഷമങ്ങൾ, സങ്കടങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതൊക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹിനോട് ദുആരക്ക. റമളാനിലെ ഏത് സമയത്തുള്ള ദുആയും അള്ളാഹു സ്വീകരിക്കും. അതുപോലെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, ആ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. 7ാമതായി ശ്രദ്ധിക്കേണ്ടത് അത്താഴത്തിന് എഴുന്നേൽക്കണം. ചില ആൾക്കാർ രാത്രി നല്ലപോലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒറ്റ കിടത്തം സുബഹി ബാങ്ക് വിളിച്ച് കഴിഞ്ഞ് എഴുന്നേൽക്കും. അങ്ങനെയല്ല, സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഒരു ഗ്ലാസ്, ഒരു എറുക്ക് വെള്ളമെങ്കിലും കൂടി, ഒരു കാരക്ക, ഒരു ഈത്തപ്പഴമെങ്കിലും കഴിക്കൽ സുന്നത്താണ്. ഫിസ്സുഹൂരി ബറക്ക, അത്താഴത്തിൽ ബറക്കത്തുണ്ട്. ഇപ്പോൾ ഈ റമളാനിൻ്റെ പകലിൽ ഭയങ്കര ഗ്യാസ് കെട്ടുക, വയർ സ്തംഭിക്കുക, ഭയങ്കര പ്രയാസമൊക്കെ ഉണ്ടാകും. അതൊക്കെ കുറക്കാൻ ഇന്ന് ഡോക്ടർമാർ വരെ പറയുന്നു സുഹൂർ കഴിക്കണം, അത്താഴം ലഘുവായിട്ടൊന്ന് കഴിക്കണമെന്നാണ്. ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുക. അപ്പോൾ അത്താഴത്തിൻ്റെ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇടയത്താഴം അല്ലേ, അത് റമളാനിൽ സ്പെഷ്യലായി നമ്മൾ എഴുന്നേൽക്കുന്നൊരു എഴുന്നേൽക്കലാണത്. സുബഹിക്ക് മുമ്പേ എഴുന്നേൽക്കുക. ചിലപ്പോൾ സുബഹി ബാങ്ക് വിളിക്കുന്നത് 5:30 എങ്കിൽ നമ്മളൊരു 4 മണിക്ക് എഴുന്നേൽക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ 4:30 എഴുന്നേൽക്കുന്നവരുണ്ട്, 4:45 എഴുന്നേൽക്കുന്നവരുണ്ട്. ഇതിൻ്റെ സമയത്താണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് നേരത്തെ എഴുന്നേൽക്കുക. എഴുന്നേറ്റൊന്ന് വായൊക്കെ കഴുകി ഫ്രഷായി ബാത്റൂമിലൊക്കെ ഒന്ന് പോയി നല്ലപോലെ വുളു എടുത്തിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരം, ആ സമയത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ആ തഹജ്ജുദ് നിസ്കാരം, ഈ അത്താഴത്തിൻ്റെ സമയത്ത് എഴുന്നേറ്റിട്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, അത് ഭയങ്കര പെർഫെക്റ്റാണ്. ആ 2 റക്അത്ത് നിസ്കാരം തഹജ്ജുദ്, അത് നിസ്കരിച്ചിട്ട് നമ്മൾ നല്ലപോലെ ദുആരക്കാം. എന്നിട്ട് എന്തെങ്കിലും ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കണമെന്നൊന്നുമില്ല, ലഘുവായിട്ട് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ ഈത്തപ്പഴമോ കാരക്കയോ അല്ലെങ്കിൽ പുഴുങ്ങിയ മുട്ടയുണ്ടല്ലോ അത് കഴിക്കാം. പിന്നെ ഈ തലേന്നുള്ള ചിലപ്പോൾ ഈ നോമ്പ് തുറക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പത്തിരി അതൊക്കെ ഉണ്ടാവും. അതൊക്കെയാണ് ഈ അത്താഴത്തിന് സാധാരണയായി നമ്മളൊക്കെ ഭക്ഷണം കഴിക്കാറുള്ളത്. നോമ്പ് തുറക്ക് വേണ്ടിയുള്ള ഉണ്ടാക്കിയ പത്തിരിയോ ഇടിയപ്പോ പുട്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടാവും. അതൊക്കെ ലഘുവായിട്ട് കഴിക്കൽ നല്ല. ഒന്നും കഴിക്കാതെ പിടിക്കുക, അല്ലെങ്കിൽ ഏത്തപ്പഴം പുഴുങ്ങിയതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് കഴിക്കാം. അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഒരുപാട് അല്ലേ, ആ സമയത്ത് നല്ലപോലെ വെള്ളം കുടിക്കണം. ഇപ്പോൾ നമ്മൾ നോമ്പിൻ്റെ പകൽ 13-13.5 മണിക്കൂറാണ് നമ്മൾ ഒന്നും കഴിക്കാതെ കുടിക്കാതെ നിൽക്കുന്നത്. ആ സമയത്ത് പലപ്പോഴും തലവേദന, ക്ഷീണമൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ അത്താഴത്തിൻ്റെ സമയത്തൊന്നും ചിലപ്പോൾ ഒരു ഗ്ലാസ് കട്ടൻ ചായ മാത്രം. ഈ ചായ, ചില ആൾക്കാർക്ക് ചായ കുടിച്ചാൽ തലവേദന പോകും, അങ്ങനെ ഒരു ഇതുണ്ട്, ശരിയായിരിക്കാം. ചായ കുടിക്കുമ്പോൾ തലവേദന പോയാലും ദാഹം കൂടാൻ അത് സാധ്യത കൂടും. അങ്ങനെ തേയില എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം വലിച്ചെടുക്കുന്ന സാധനമാണ് ഈ ചായ. പാൽ ചായ ആവട്ടെ, കട്ടൻ ചായ ആവട്ടെ. അപ്പോൾ നമ്മൾ ചായ കുടിക്കുന്നതോടൊപ്പം തന്നെ നല്ലതുപോലെ വെള്ളം കുടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത്താഴത്തിൻ്റെ സമയത്ത്. പിന്നെ ആ സമയത്ത് ഇസ്തിഗ്ഫാർ അത്താഴത്തിൻ്റെ സമയത്ത് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മലക്കുകളെ അയച്ചിട്ട് അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറയും, അവർക്ക് വേണ്ടി ദുആരക്കും എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാം. 8ാമതായി നോമ്പ് തുറ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പല കാര്യം. ചില ആൾക്കാരുണ്ട് വെറുതെ ഇങ്ങനെ നോമ്പ് തുറയുടെ സമയത്തൊക്കെ വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കും, അവസാനം ബാങ്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ സമൂസയോ അല്ലെങ്കിൽ ചായയൊക്കെ കൊണ്ടിങ്ങനെ നോമ്പ് തുറക്കും. അങ്ങനെയല്ല, നോമ്പ് തുറക്കുമ്പോൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. നോമ്പ് തുറക്കുന്ന സമയത്ത് ചില ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. നമുക്കറിയാമല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞിട്ടാവണം ആദ്യം വെള്ളമോ പച്ചവെള്ളമോ കാരക്കയോ ഈത്തപ്പഴമോ ആദ്യം കഴിക്കുക. അത് കഴിഞ്ഞാവണം ഈ എണ്ണക്കടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക. ഉസ്താദ് ഇപ്പോൾ കഴിക്കുമല്ലോ, നമ്മളൊക്കെ കഴിക്കാറുണ്ട്, എന്നാലും പരമാവധി ഒഴിവാക്കുക.
റമദാൻ കഴിഞ്ഞിട്ട് രോഗിയാകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. റമദാനിൽ ഉള്ള രോഗങ്ങൾ മാറ്റുന്ന ഒരവസ്ഥയായിരിക്കണം ഉണ്ടാവേണ്ടത്. അപ്പോൾ ആ ഒരു സ്വഭാവശീലം നല്ലതാണ്. എന്ത്? ആദ്യം ഈത്തപ്പഴം അല്ലെങ്കിൽ കാരക്ക അല്ലെങ്കിൽ പച്ചവെള്ളം ഉണ്ടാവുക നോമ്പ് തുറക്കേണ്ടത്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നോമ്പ് തുറക്കുന്നത്. അങ്ങനെ ആവണം. അതോടൊപ്പം തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയേണ്ടത്? അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. നമുക്കറിയാവുന്ന ദുആയാണ്. അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു. അല്ലാഹുമ്മ അല്ലാഹുവേ ലക സുംതു, നിനക്ക് വേണ്ടി ഞാൻ നോമ്പ് പിടിച്ചു. വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന ഭക്ഷണം കൊണ്ട് ഞാനിതാ നോമ്പ് തുറന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു ദുആയാണ്. ഈ ഒരു ദുആ മാത്രം പറഞ്ഞാലും മതി, പക്ഷേ ഇത് പറയൽ ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നേടിത്തരും. ഏതാണ്? ദഹബൽ ളമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബതൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബൽ ളമഉ, അല്ലേ? ദാഹം ക്ഷമിച്ചു, എൻ്റെ നാടി നരമ്പുകളൊക്കെ നനഞ്ഞു. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാൻ പിടിച്ച ഈ നോമ്പിന് പ്രതിഫലം കിട്ടുന്നതാണ്. അതായത് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വെള്ളം കുടിച്ച് കഴിഞ്ഞ് പറയണമെന്നാണ്. വെള്ളം കുടിക്കുമ്പോൾ ചായ കുടിക്കും, വെള്ളം കുടിക്കുമല്ലോ, ആ സമയത്ത് ഭയങ്കര ഒരു റാഹത്തല്ലേ, അല്ലേ? ആ വെള്ളം ഇങ്ങനെ കുടിച്ചിങ്ങനെ ഇറങ്ങുമ്പോൾ അള്ളാഹ് വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ സമയത്ത് നമ്മൾ ദുആ പറയണമെന്നാണ്. പിന്നെ നമ്മൾ ബാക്കി കടിയും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെന്ത് പറയണം? അൽഹംദുലില്ലാ എന്ന് നമ്മൾ അവിടെ പറയൽ പ്രത്യേകം ശ്രദ്ധിക്കണം. 9ാമതായി ബന്ധങ്ങൾ ചേർക്കുക, പിണക്കങ്ങൾ മാറ്റുക. റമദാനായി തറാവിഹ് നിസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, ഖുർആൻ ഓതുന്നു, ഒരു ഖത്തം തീരാറായി, എന്നിട്ടും ആ പിണക്കമൊന്നും മാറിയിട്ടില്ല. അത് പാടില്ല. പിണക്കങ്ങൾ മാറ്റുക, വഴക്കുകൾ മാറ്റുക. അത് റമദാനിൽ പോലും ഈ വൈരാഗ്യവും വാശിയും വെച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ എപ്പോഴാണ് നമ്മളത് തീർക്കുക? ഇല്ലല്ലോ. അതുകൊണ്ട് റമദാനിൻ്റെ ഈ ഇബാദത്തുകളെല്ലാം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ഈ പറയപ്പെട്ട പിണക്കങ്ങളും വഴക്കുകളും ഛിദ്രതകളും അതുപോലെ തന്നെ കുശുമ്പും കുഞ്ഞായ്മയൊക്കെ എടുത്ത് മാറ്റണം. 10ാമതായി ശ്രദ്ധിക്കേണ്ടത് സക്കാത്ത് ശ്രദ്ധിക്കുക, സ്വതക്ക പരമാവധി കൊടുക്കുക. കാരുണ്യ പ്രവർത്തനങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾക്കുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ നമ്മളെ സമീപിക്കും ആരെങ്കിലുമൊക്കെ. അപ്പോൾ എന്താണോ കയ്യിലുള്ളത് അത് കൊടുക്കുക. റമദാൻ ആകുമ്പോൾ ഒരുപാട് ആളുകൾ, പാവപ്പെട്ട ഒരുപാട് പേര് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മുടെ വീടുകളിൽ വരാറുണ്ട്. ആണുങ്ങൾ മാത്രമല്ല പെണ്ണുങ്ങളും വരാറുണ്ട്, അല്ലേ? ഈ ചിലപ്പോൾ പർദ്ദയൊക്കെ ഇട്ട് സാരിയെ കൊടുത്ത് കുറേ ഉമ്മമാർ വരാറുണ്ട്. അവരെന്താണ് അവർക്ക് പൈസയേക്കാൾ കൂടുതൽ എന്തെങ്കിലും അരിയോ പഴയ ഉടുപ്പ് അങ്ങനെയൊക്കെ ചോദിച്ച് വരുന്നവരുണ്ട്, പൈസ ആഗ്രഹിച്ച് വരുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ അരി ഉണ്ടെങ്കിൽ അരി കുറച്ച് കൊടുക്കുക, അതിൻ്റെ പഴയ വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് ഒഴുക്ക് കൊടുക്കുക. പിന്നെ ചില ആൾക്കാരുണ്ട് ഈ ഒറിജിനൽ സക്കാത്തിന് അർഹരായ പാവപ്പെട്ട വിധവകളായ അല്ലെങ്കിൽ മിസ്കീന്മാരായ ആളുകളൊക്കെ വരും. അപ്പോൾ ചിലപ്പോൾ വരുന്നത് ഒറ്റക്കായിരിക്കുമല്ലോ, 1-2 ആൾക്കാർ ഒന്നിച്ചായിരിക്കും വരിക. ചിലരുണ്ട് അവർ എന്ത് ചെയ്യുക, ഒരു 5 രൂപ എടുത്ത് കൊടുക്കും. 5 രൂപ വെച്ചിട്ട് ഇത് നിങ്ങൾ വീതിച്ചെടുത്തു. 5 രൂപ എങ്ങനെയാണ് അവരെങ്ങനെ വീതിച്ചെടുക്കുക? എന്ത് കിട്ടും അവർക്ക്? ചിലപ്പോൾ ഒരു 10 രൂപ കൊടുത്തിട്ട് ഇതങ്ങോട്ട് എല്ലാവരും വീതിച്ചെടുത്തോ അങ്ങനെയൊക്കെ പറയും. ആ 10 രൂപ ഒരാൾക്കാർക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ മാന്യതയുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ഒരു മാന്യത വേണ്ടേ? കാരണം ഒരു പക്ഷേ നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ അങ്ങനെ വിചാരിക്കാം ഇല്ലയെന്ന്. പക്ഷെ നമുക്ക് അൽഹംദുലില്ലാ അല്ലാഹു തആല എന്തെങ്കിലുമൊക്കെ ഈ പാവപ്പെട്ടവർ വരുമ്പോൾ കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതങ്ങോട്ട് കൊടുക്കുക. നമ്മൾ കൊടുക്കുമ്പോൾ അതെന്താ ഒരു പിശുക്ക് വിചാരിക്കേണ്ട. കാരണം നമ്മൾ ഈ റമദാനിൽ കൊടുക്കുമ്പോൾ അതെന്തായാലും ഇൻഷാ അല്ലാഹ് റിട്ടേൺ വരും, അത് ഉറപ്പാണ്. അത് ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു 10 രൂപ ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് ചിലപ്പോൾ 100 500 ആയിട്ട് വേറെ വഴിക്ക് കിട്ടും. ആ ഒരു നല്ലൊരു വിശ്വാസത്തോടെ നമ്മൾ വേണം എന്ത് ചെയ്യാൻ? സ്വതക്ക കൊടുക്കാൻ. അപ്പോൾ പാവപ്പെട്ടവരാര് വീട്ടിൽ വന്നാലും നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റിയത് അത് കൊടുക്കുക. ഭയങ്കര പിശുക്ക് കാണിച്ച് കൊടുക്കരുത്. ആ കാര്യമൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. മൊത്തം ഒരു 10 കാര്യമാണ് റമദാനിൽ നമ്മൾ മൊത്തത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ റമദാനുമായി ബന്ധപ്പെട്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. റമദാനിൻ്റെ നോമ്പിൻ്റെ നീയത്ത് ഒരിക്കലും നമ്മൾ മറന്നു പോവാൻ പാടില്ല. അതായത് തലേ രാത്രി തന്നെ നാളത്തെ നോമ്പിൻ്റെ നീയത്ത് ഇന്ന് രാത്രി തന്നെ വെക്കണം. അങ്ങനെ തലേ രാത്രി തന്നെ ഈ റമദാനിൻ്റെ നോമ്പിൻ്റെ നീയത്ത് വെക്കാൻ മറന്നു പോകരുത്. കുറഞ്ഞത് അത്താഴത്തിൻ്റെ സമയത്തെങ്കിലും, അതായത് സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പെങ്കിലും നമ്മൾ നീയത്ത് വെച്ചിരിക്കണം. അതല്ലാതെ നമ്മൾ റമദാനിലേക്ക് കടന്നാൽ ചിലപ്പോൾ നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ തലേന്ന് രാത്രി തന്നെ നമ്മൾ എന്തായാലും നീയത്ത് വെക്കാൻ മറന്നു പോകരുത്. ഇനി അഥവാ ഒരാൾ നീയത്ത് വെച്ചില്ല, അയാൾ മറന്നുപോയി, അയാൾ ഉറങ്ങിപ്പോയി, അയാൾ നീയത്ത് വെച്ചില്ല, അപ്പോൾ എന്ത് ചെയ്യണം? പിറ്റേന്ന് പകൽ അയാൾ നോമ്പുകാരനെ പോലെ കഴിയണം. പക്ഷേ അയാൾ നോമ്പില്ല. കാരണം എന്താണ്? നീയത്ത് വെച്ചില്ല. നീയത്ത് വെക്കാതെ നോമ്പില്ലല്ലോ. അപ്പോൾ നോമ്പുകാരനെ പോലെ കഴിയുക. പിന്നെ മറ്റൊരവസരത്തിൽ ഇപ്പോൾ നമ്മൾ സുന്നത്തായ നോമ്പൊക്കെ പിടിക്കൂലേ, അപ്പോൾ നമ്മൾ നീയത്ത് വെക്കാറുണ്ടല്ലോ, റമദാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർദായ നോമ്പ്. അങ്ങനെ ഒരു നീയത്ത് വെച്ചാൽ ആ നോമ്പിൻ്റെ പ്രതിഫലം കിട്ടും. നീയത്ത് മറന്നു പോയത് കൊണ്ട് നമുക്ക് നോമ്പ് പിടിക്കാത്തതിൻ്റെ ശിക്ഷയൊന്നും കിട്ടൂല.
അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യുക, നോമ്പിൻ്റെ നീയത്ത് തലേ രാത്രി തന്നെ വെക്കാൻ മറന്ന് പോവരുത്. ആ കാര്യം പ്രത്യേക നമുക്ക് മാത്രമല്ല നമ്മുടെ മക്കളോടും പറയണം കേട്ടോ. മക്കൾ ചിലപ്പോൾ ഓർത്തോളണമെന്നില്ല, അവരോടും ഈ കാര്യം സൂചിപ്പിക്കണം. നോമ്പിൻ്റെ നീയത്ത് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്? നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. ഇതാണ് നോമ്പിൻ്റെ നിയത്ത്. പല നാടുകളിലും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലായിരിക്കില്ല നിയത്ത്. ചില പള്ളികളിൽ ഒക്കെ ഈ കൊല്ലത്തെ ഫർളാക്കപ്പെട്ട റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പ് അതാ ആയി പിടിക്കാൻ അല്ലാഹു തആലാക്ക് വേണ്ടി നിയത്ത് അങ്ങനെ വ്യത്യാസമുണ്ടാകും. എങ്ങനെ പറഞ്ഞാലും നിയത്ത് ശരിയാവും. ഞാനീ പറഞ്ഞ രൂപത്തിൽ തന്നെ പറയണമെന്നില്ല. നിങ്ങളൊക്കെ പണ്ട് മുതലേ പഠിച്ചു വെച്ച ആ ഒരു നിയത്തിൻ്റെ രൂപം വേറെ ആയിരിക്കും. അപ്പം അങ്ങനെ പറഞ്ഞാലും മതി. ചില ആൾക്കാർ നിയത്ത് വെക്കുമ്പോൾ ആദ്യം അഊദു ഓതും, ബിസ്മി ഓതും. അങ്ങനെയും വെക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നവൈതു സൗമ ഗദിൻ അൻ അദാഇ ഫർളി റമളാനി ഹാദിഹി സനതി ലില്ലാഹി തആല. അപ്പോൾ അതിൻ്റെ മലയാളം, ഈ വർഷത്തെ അല്ലെങ്കിൽ ഈ കൊല്ലത്തെ അദാ ആയ ഫർളായ റമളാൻ മാസത്തിലെ നാളത്തെ നോമ്പിനെ അല്ലാഹു തആലാക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതി. അപ്പോൾ ഈ ഒരു നിയ്യത്ത് നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ റമളാനിൻ്റെ രാത്രിയിലും വെക്കാൻ മറന്നു പോകരുത്. അതാ തറാവീഹ് നമസ്കാരത്തിന് ശേഷം സ്ഥിരമായി നമ്മൾ ആ നിയ്യത്ത് അവിടെ ചേർത്ത് പറഞ്ഞാൽ തന്നെ രക്ഷപ്പെട്ടു. തറാവീഹ് നിസ്കാരത്തിന് ശേഷം ഒരു ആദത്തായി, ഒരു പതിവായി അപ്പോൾ തന്നെ, ഈ പള്ളികളിൽ അങ്ങനെയാണല്ലോ, ഈ വീട്ടിലുള്ള ഉമ്മമാർ അത് മാറിപ്പോവാതെ സൂക്ഷിക്കുക. പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ, പുരുഷന്മാർ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരാണെങ്കിൽ ആ തറാവീഹ് നമസ്കാരത്തിന് ശേഷം എന്തായാലും ഉസ്താദ് അവിടെ നമുക്ക് എന്ത് പറഞ്ഞു തരും, നിയ്യത്ത് പറഞ്ഞു തരും. അപ്പോൾ അവിടെ വിഷയം വരുന്നില്ല. അപ്പോൾ നീ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തറാവീഹ് നിസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ പറ്റിയില്ല, അപ്പോൾ എന്ത് ചെയ്യുക, ഈ നിയ്യത്ത് നമ്മൾ മറന്നു പോവാതെ പ്രത്യേകം വെക്കേണ്ടതാണ്. ഇതാണ് നിയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. വിശുദ്ധമായ റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണമായി സ്വീകരിക്കുമാറാവട്ടെ. റമളാൻ അള്ളാഹുവേ, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്ന് ഞങ്ങളിലേക്ക് വന്ന റമളാൻ, ഇതിൽ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാനും പരമാവധി ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ അള്ളാഹുവേ അതിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിലൊക്കെ ഒരുപാട് ആളുകൾ അള്ളാഹുവേ പല കാര്യങ്ങളും പറഞ്ഞ് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ വീഡിയോകൾക്ക് താഴെ വ്യത്യസ്തമായ ആളുകൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ്, ഒരുപാട് മുറാദുകൾ പറഞ്ഞ്, ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറയാറുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പടച്ചവൻ ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും അള്ളാഹു മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും നമുക്ക് നൽകി നമ്മളെ അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ റമളാനുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെയാണ് പറയുന്നത്. എല്ലാവരും നമ്മുടെ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനായി നമ്മൾ പരിചയപ്പെടുത്തുന്ന അടുത്ത വീഡിയോ, നമ്മളെല്ലാവരും വുദു എടുക്കുന്നവരാണ്. ആ വുദു എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, വുദു എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വുദുവിൻ്റെ സുന്നത്തുകൾ, ഫർളുകൾ, ഷർത്തുകൾ, അദബുകൾ എല്ലാം A to Z കാര്യം മുഴുവനും പ്രാക്ടിക്കലായി കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇറക്കിയിരുന്നു. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഒരുപാട് ആളുകൾക്ക് വുദു എടുക്കുന്ന സമയത്ത് പല സംശയങ്ങളുണ്ട്. വുദു എടുക്കുന്ന സമയത്ത് എപ്പോഴാണ് നിയ്യത്ത് വെക്കേണ്ടത്? മുഖം കഴുകുമ്പോഴാണോ അതോ മുൻകൈ കഴുകുമ്പോഴാണോ? വുദുയിൽ തല തടകുന്ന സമയത്ത് മുഴുവനായും തല തടവേണ്ടതുണ്ടോ? മുടിയിൽ നിന്നും അല്പം തടവിയാൽ മതിയോ? ചെവി തടകുന്നത് അത് നിർബന്ധമാണോ? അതുപോലെ കാല് കഴുകുമ്പോൾ ഇടതുകാലാണ് ആദ്യം കഴുകിയത്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? 3 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ മുഖം കഴുകിയാൽ വുദു ബാത്തിലാകുമോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ വുദുവിൻ്റെ നിയ്യത്തിലും അതല്ലാതെ അവയവങ്ങൾ കഴുകുമ്പോഴും ഒക്കെ ഒരുപാട് സംശയങ്ങൾ. എല്ലാ സംശയങ്ങളും, പ്രത്യേകിച്ച് ഔറത്ത് മറക്കാതെ വുദു എടുത്താൽ വുദു ശരിയാകുമോ? സ്ത്രീകൾ തല മറച്ചിട്ട് തന്നെ വുദു എടുക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾക്കുള്ള മറുപടി എല്ലാം പറഞ്ഞിട്ടുള്ള ഈ വീഡിയോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വുദു പ്രാക്ടിക്കലായി കാണുന്ന ആ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ആ വീഡിയോ കാണൂ.